ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം സുബ്രജ്. നമ്മൾ അതിനു മുമ്പ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഹാംസ്റ്റർ കോമ്പറ്റ് സ്കാം ആണോ അല്ലയോ ഉണ്ട്. കൂടുതൽ പേരും പറഞ്ഞത് സ്കാമാണ്, ഇതെന്തായാലും ഇനി വരില്ല, എന്താ പറയുക, ഇതെന്തായാലും ഞാൻ കോയിനായിട്ട് പ്രഖ്യാപിക്കില്ല, അങ്ങനെയൊക്കെയാണ് കൂടുതൽ പേരും പറഞ്ഞത്. സ്കാം ആണെന്നാണ് കൂടുതൽ പേരും പറഞ്ഞത്. അടുത്ത് സ്കാം അല്ലാതെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ടെലിഗ്രാം ബോട്ട് ആയതുകൊണ്ട് കൂടുതൽ സ്കാം ആകാൻ വഴിയില്ല, സ്കാമോ അല്ല. ഇപ്പോൾ ഹാംസ്റ്റർ കോമ്പറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ടോൺ കീപ്പർ പറഞ്ഞൊരു ആപ്പിലാണ്, ടോൺ വാലറ്റ് പറഞ്ഞൊരു വാലറ്റ് ഉണ്ട്, ടെലിഗ്രാമിലെ ഒരു വാലറ്റാണ്. അതിലാണ് നമ്മൾ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഹാംസ്റ്റർ കോമ്പറ്റ്. പക്ഷേ ഹാംസ്റ്റർ കോമ്പറ്റ് നമ്മൾ ടാപ്പ് ചെയ്ത കോയിൻസ് ലിസ്റ്റ് ചെയ്തിട്ടല്ല ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ അത് അപ്പം ലിസ്റ്റ് ചെയ്യുന്നത് ഒരു ഉറപ്പില്ല കേട്ടോ, നമ്മൾ ടാപ്പ് ചെയ്യുന്ന കോയിൻ ലിസ്റ്റ് ചെയ്യണമെന്ന്. ബട്ട് ഇപ്പോൾ ഹാംസ്റ്റർ കോമ്പറ്റ് നമ്മൾ ടോൺ കീപ്പർ എന്ന ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഉണ്ട്. ആൻഡ്രോയിഡ് ആണ്, iOS-ലാണെങ്കിൽ ടോൺ കീപ്പർ എന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. അതും നമ്മുടെ ഈ ടെലിഗ്രാമിലെ ഹാംസ്റ്റർ കോമ്പറ്റും കൂടി ലിങ്ക് ചെയ്യണം. അത് പലരും ചെയ്തിട്ടുണ്ടാവും. ഈ എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ആ റൈറ്റ് സൈഡിൽ എയർ ഡ്രോപ്പ് പറഞ്ഞ സംഭവം ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിലത്തെ ഒരു കോഡ് ഉണ്ടാവും. ആ കോഡും ഈ ടോൺ കീപ്പർ പറഞ്ഞൊരു ആപ്ലിക്കേഷനിൽ കയറിയിട്ട് നമ്മൾ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നമ്മൾ ഈ കോപ്പി ചെയ്തത് പേസ്റ്റ് ചെയ്യണം. ആ കോഡ് പേസ്റ്റ് ചെയ്ത് വെച്ചാൽ ഓൾറെഡി ലിങ്ക് ആകും. ടെലിഗ്രാമിൽ നമ്മൾ ടാപ്പ് ചെയ്യുന്ന ഹാംസ്റ്റർ കോമ്പറ്റും അതും ലിങ്ക് ആകും. ബട്ട് നമ്മൾ ടെലിഗ്രാമിൽ ടാപ്പ് ചെയ്യുന്ന കോയിൻസ് ഒന്നും അതിൽ കാണില്ല. കാരണം നമ്മൾ ടാപ്പ് ചെയ്യുന്ന കോയിൻസ് ഒന്നും ഇതുവരെ ലിസ്റ്റ് ചെയ്യുന്ന പറഞ്ഞിട്ടില്ല. ബട്ട് ഹാംസ്റ്റർ കോമ്പറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ട് ടോണിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് സ്റ്റോക്കായിട്ടാണ്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ മാതിരി. അത് പറയുമ്പോൾ ഇപ്പം നമ്മൾ അതിൻ്റെ സ്റ്റോക്ക് ഒരു 50 രൂപയോ 100 രൂപയ്ക്കോ വാങ്ങിച്ചു വെച്ചാൽ അതെന്തായാലും ഒരു ചിലപ്പോൾ എന്തായാലും കൂടാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരാണ്. ആദ്യത്തെ യൂട്യൂബ് വീഡിയോ കാണുന്നുണ്ട്, എല്ലാം കാണുന്നതുകൊണ്ടും അതുകൊണ്ട് ഇത് ഇപ്പം കയറും. ബട്ട് നമ്മൾ ഇപ്പോൾ ടാപ്പ് ചെയ്യുന്ന സാധനം ലിസ്റ്റ് ചെയ്ത് വെച്ചാൽ എങ്ങനെയാണ് ഇപ്പം ഇവിടെ നിൽക്കുന്ന സംഭവം എന്ന് വെച്ചാൽ അത് അങ്ങനെ സ്റ്റോക്ക് കമ്മിയായി വരും. അപ്പോൾ കൂടുതലും അത് ഇൻവെസ്റ്റ് ചെയ്താലും ആ ടാപ്പ് ചെയ്ത സംഭവം ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഡിക്രീസ് ചെയ്യും, നഷ്ടം മാത്രം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കൂടുതൽ പേരും സ്വയം റിസ്കിൽ ഹാംസ്റ്റർ കോമ്പറ്റ് നമ്മൾ ടാപ്പ് ചെയ്യുന്ന കോയിൻസ് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കൂടി 1M 2M ഉണ്ടായത് കാര്യമില്ല. 16M അതിൻ്റെ മേലെയുള്ളവർക്ക് തന്നെ ഈ 50,000 കോയിൻസ് അങ്ങനെ ചെറിയ രീതിയിൽ കിട്ടുന്ന, അല്ലാണ്ട് മൊത്തത്തിൽ നമ്മളിപ്പോൾ 10 ലക്ഷം 10M ഒക്കെ ഉണ്ട് വെച്ചാൽ അതൊന്നും മൊത്തത്തിൽ അതിൽ വരില്ല. അങ്ങനെയാണ് ഞാൻ നോക്കിയപ്പോൾ അതിൽ പറയുന്നത് അങ്ങനെയാണ്. അതേമാതിരി ഇത്രയും കാലമായിട്ട് വൈറ്റ് പേപ്പർ പറഞ്ഞ സംഭവമുണ്ട്. നമ്മൾ ഇപ്പോൾ ക്രിപ്റ്റോ കോയിനിലാണെന്ന് വെച്ചാൽ വൈറ്റ് പേപ്പർ ഉണ്ട്. അങ്ങനത്തെ ഒരു വൈറ്റ് പേപ്പർ നമ്മൾ ഹാംസ്റ്റർ കോമ്പറ്റ് ഇത്ര കാലമായിട്ട് വന്നിട്ടില്ല. അത് വന്നാലും കൂടി തന്നെ നമ്മളിപ്പോൾ ഇത്രയും ടാപ്പ് ചെയ്തതിന് ലാഭം എന്തെങ്കിലും ഉള്ളൂ. ഇത് വെറും ടൈം വേസ്റ്റ് ആവുന്നുള്ളൂ. ഈ വീഡിയോ ഇവിടെ നിന്ന് സൈൻ ഔട്ട് ചെയ്യണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തോന്നുന്നു. എല്ലാവർക്കും അറിയാത്തവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് വല്ല ഇൻഫോർമേറ്റീവ് കണ്ടൻസ് വേണമെന്ന് വെച്ചാൽ കമൻറ്റ് അടിക്കാം. അതിന് എനിക്കറിയുന്ന മാതിരി ഞാൻ സെർച്ച് ചെയ്തിട്ടാണെങ്കിൽ എന്ത് ചെയ്തിട്ടാണെങ്കിൽ ഒരു വീഡിയോ ഉണ്ടെന്നായിരിക്കും. അപ്പോൾ മാക്സിമം ആൾക്കാർ എന്തിനെ കുറിച്ചുള്ള വീഡിയോ ഇനി ഇടണമെന്ന് ഒന്ന് കമൻറ്റ് അടിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ വരുന്നതിന് ഓക്കെ, ബൈ ഗൈസ്.